ഒരു സ്ഥലത്താണ് പ്രാക്ടീസായിട്ട്. അപ്പം സ്ഥലം നിങ്ങൾ ചോദിച്ചാൽ പറഞ്ഞാൽ ജപ്പാൻ്റെ കാക്കൻ്റെ എൻ്റെ പേര് ഏട്ടൻ്റെ മോൻ്റെ വീട്ടിലാണ്. എൻ്റെ അപ്പൻ്റെ ഏട്ടൻ്റെ വീട്ടിലാണ്, മോൻ്റെ അല്ല, എൻ്റെ അപ്പൻ്റെ ഏട്ടൻ്റെ വീട്ടിൽ. ഇതായിട്ടൊന്നുമില്ല ഈ വീട്, കുറച്ച് പഴയ മാതിരി ആർക്കും തോന്നിപ്പിക്കുക. എന്ന് വെച്ചാൽ താഴെ പൊളിഞ്ഞ് വാടക ഓടിട്ട വീട്ടിലാണ്. അത് ആദ്യം ഫിനിഷ് ആയിട്ട് പ്രബലം ബ്രൈറ്റ്നസ് ഭയങ്കരമായിട്ട് ലൈറ്റും ഭയങ്കരമായിട്ട് അത്രയ്ക്ക് കാറ്റുള്ള ഫാനും എല്ലാം ഉണ്ട് കേട്ടോ. നമ്മുടെ ചാരടി ഉണ്ട്. അങ്ങനെ പറഞ്ഞാൽ വിശ്വസിക്കും. അതായത് ഇതൊരു വാടക വീടുമല്ല, ഇതൊരു സ്വന്തമായിട്ടുള്ള ഒരു വീടാണ്. എന്തായാലും വീടുമേ തന്നെ ഒരു ഒറ്റക്ക് ചെയ്ത പോലെ കേട്ടോ. ഓരോ കല്ലുകളൊക്കെ എവിടുന്നു മണ്ണിനോട് കല്ല് ഉണ്ടാക്കിയിട്ട് ഇവിടെ മൊത്തം ആക്കിയിട്ടാട്ടോ ഈ ഒരു വീട് സെറ്റാക്കിയത്. അല്ലെങ്കിൽ എനിക്ക് വീട് സെറ്റാക്കാൻ കഴിയില്ല ഞാനും പറഞ്ഞു. പിന്നെ കുറേ കല്ല് സിമൻ്റൊക്കെ പോലെ എങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ വണ്ടി ഒരു ഉപ്പ് എടുത്തു ഇത്തിരി, പിന്നെ അതിൽ എന്തോ സിമെൻറ്റ് പൊടി നല്ലതൊരു പൊടി, പിന്നെ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച്, പിന്നെ കുറച്ച് എന്താ പറയുക ബ്രൗൺ കാപ്പിപ്പൊടി ഇട്ടു, പിന്നെ ചായപ്പൊടി ഇട്ടു, അതും ഇട്ടിട്ട് പിന്നെ ഒരു ഇന്നലെ വെച്ച കാര്യം പിന്നെ ഒരു 2 ദിവസം ഓല വെച്ചു. അപ്പം 2 ദിവസമായപ്പോഴേക്കും നല്ല സോഫ്റ്റ് സിമെൻ്റൊക്കെ അതൊരു ഇത്തിരി അത് നമ്മൾ ഇത്തിരി ഇട്ടാൽ മതി കേട്ടോ. അത് ഇത്തിരി ഇട്ടാൽ തന്നെ ഒരു ചെമ്പ് നിറച്ചു. വലിയ നമ്മൾ ബിരിയാണി ചെമ്പുമല്ല, നമ്മുടെ ബിരിയാണി ചെമ്പ് പത്താണ് അതിലും കൊടുത്ത് ഇഷ്ടത്തിൻ്റെ നമ്മുടെ വീട് ഫസ്റ്റ് ബൈ.